ഹലോ അനുജ ചേച്ചി, എനിക്ക് കോളർ ട്യൂൺ ആക്ടിവേഷൻ ആക്കാൻ വേണ്ടി ഞാൻ വിളിച്ചായിരുന്നു. നമ്മുടെ ആ ഷക്കീല പാടിയ പാട്ടില്ലേ? ഹലോ, വക്ക വക്ക ആ പാട്ടില്ലേ? വക്ക വക്ക ആ ഷക്കീല പാടിയ പാട്ടില്ലേ? ആ, എന്റെ പേര് റൊണാൾഡോ. ആ വക്ക വക്ക ആ പാട്ടില്ലേ? ആ ഷക്കീല പാടിയ പാട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. വക്ക വക്ക വേൾഡ് കപ്പിന്റെ ഫിഫ വേൾഡ് കപ്പ് സൗത്ത് ആഫ്രിക്ക ഫ്രം 2010. ഹലോ, ആ അതൊന്ന് ആക്ടിവേഷൻ ചെയ്തു തരാമോ? നമ്മുടെ ഇവിടുത്തെ അല്ല, സൗത്ത് ആഫ്രിക്കയിലെ ഷക്കീല. സൗത്ത് ആഫ്രിക്കയിലെ ഷക്കീല പാടിയ പാട്ട്. ആ, ഫിലിം സോങ് അല്ല, വേൾഡ് കപ്പ് സോങ്. വേൾഡ് കപ്പ് വക്ക 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 അതില്ലേ? സാധിക്കില്ലേ? ആ ഹലോ, ആ വേൾഡ് കപ്പില്ലേ? വേൾഡ് കപ്പ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആ അതിലെ വക്ക വക്ക അതില്ലേ ഷക്കീല പാടിയത്? ഹലോ, ആ കേരളത്തിലെ ഷക്കീലയല്ല, നമ്മുടെ പുറം നാട്ടിലെ സൗത്ത് ആഫ്രിക്കയിലുള്ള ഷക്കീല പാടിയ പാട്ട്. ആ അത് പൈസ പോവോ? അയ്യോ, അത്രയും വെച്ച് പോവൂല്ലേ? എന്നാലും ഞാൻ ആ ഷക്കീലയുടെ പാട്ടായതുകൊണ്ട് ഞാൻ കോളർ ട്യൂൺ ആക്കിയേക്കാം. നമ്മുടെ ഷക്കീലയല്ലേ പാടിയ? അനിത നമ്മുടെ ഷക്കീല പാടിയ പാട്ടില്ലേ? വക്ക വക്ക. ഹലോ ആ അതൊന്ന് വേഗം പറഞ്ഞു തന്നെ. എടാ നമ്പർ ഒന്ന് എടുത്തേടാ. ആ പറഞ്ഞോ. ആ നമ്പർ വേണ്ട, വേറെ ഒരെണ്ണം. ഈ നമ്പറിലോട്ട് താങ്കൾക്ക് ഇഷ്ടമുള്ള പാട്ടിന്റെ പേരോ ആൽബത്തിന്റെ പേരോ അല്ലെങ്കിൽ ഫിലിമിന്റെ പേരോ ടൈപ്പ് ചെയ്ത് താങ്കളൊന്ന് SMS അയക്കുകയാണെങ്കിൽ താങ്കൾ ഉദ്ദേശിക്കുന്ന പാട്ട് നമ്മുടെ അടുത്തുള്ള ലിസ്റ്റിലുണ്ടെങ്കിൽ റിപ്ലൈ പാട്ടും ലിസ്റ്റിലില്ലെങ്കിലോ ക്ഷമിക്കണം, വരുന്നതായിരിക്കും. അയ്യോ, എനിക്കത് വിഷമോ. എനിക്കത് തന്നെ വേണം. ഹലോ, താങ്കളുടെ ഭാഗത്തു നിന്ന് മാന്യമായിട്ടും ക്ലിയർ ആയിട്ടും യാതൊരുവിധ റെസ്പോൺസും എനിക്ക് ലഭിക്കാത്തതുകൊണ്ട് താങ്കളുടെ അനുഭവത്തോട് ഞാൻ കോൺടാക്ട് ചെയ്യേണ്ടി വരും. അയ്യോ, എന്നാ ഞാൻ പറയാം. എനിക്ക് ആ പാട്ട് വേണമെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാ പോരെ? SMS നമ്പറാണ്. ശരി. എന്നാ താങ്ക് യു. ഓക്കെ, ശരി.